ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഓഡിബിൾ ആണോ നിങ്ങൾക്ക്? ഓഡിബിൾ ആണ് മിസ്സേ. ഓക്കെ, അപ്പോൾ വെൽക്കം ഓൾ യു ടു ടോസ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഈ ഒരു മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ HSST വിന്നേഴ്സ് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഒരു സ്റ്റഡി പ്ലാനുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ സെക്ഷനിൽ നമ്മൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ ഒരു 50-50 മൈൻഡ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച്. 2025 ഇന്ത്യയിൽ HSST വിളിക്കുമോ, ഇത് 2026 ആകുമോ, ഇങ്ങനെ ഒരു മിക്സ്ഡ് ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷേ കുറേ പേരുടെ കാൽക്കുലേഷൻ പോലെ തന്നെ 2031 തന്നെ ഇവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓൾറെഡി ഇപ്പോൾ എക്സാമിനേഷൻ്റെ കലണ്ടർ വന്നു. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ പോലും ഓഗസ്റ്റ് വരെ ആയിട്ടുണ്ടായിരുന്നു എക്സാമിനേഷൻ. നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു മെയ്, ജൂൺ, ജൂലൈ ആ മാസങ്ങളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകണം, പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം. പലപ്പോഴും നിയമനങ്ങൾ വളരെ ചെറിയ തോതിലൊക്കെ നടക്കാറുള്ളൂ നമ്മുടെ ഇംഗ്ലീഷിൽ. അപ്പോൾ എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ചില പ്രാവശ്യം ബൾക്കായിട്ടുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ചില പ്രാവശ്യം വളരെ ലെസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ജോലി പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് റാങ്ക് ആയിരിക്കണം. കാരണം ടോപ്പ് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം വളരെ കുറവാണല്ലോ. അതുകൊണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണെന്ന്. ശരിയാണ്. PSC തന്നെ, കേരള PSC തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിലബസ് ആണ് നമ്മൾക്ക് ഈ HSSTക്ക് വേണ്ടിയും അവർ തന്നിട്ടുള്ളത്. സിലബസിൽ ഇതുവരെ ഒരു മാറ്റവും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഉറപ്പായിട്ടും ആ സിലബസ് വെച്ചിട്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് നല്ലൊരു സമയമുണ്ട് കേട്ടോ. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം നമുക്ക് മുഴുവനായിട്ടും കിട്ടും. മെയ്, ജൂൺ മാസങ്ങളിൽ നമുക്ക് റിവിഷൻ സമയങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് നല്ലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം വലിച്ചു നീട്ടാതെ നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ടോസ് അക്കാഡമിയിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ചന്ദന മിസ് ഉണ്ട്. ചന്ദന മിസ് നമ്മുടെ വിന്നറുമാണ്. അതുപോലെ തന്നെ ടോസ് അക്കാഡമിയിലെ HSST ഫാക്കൽറ്റിയും കൂടെയാണ് ചന്ദന മിസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ മിസ്സേ? ഷുവർ മിസ്സേ, ഷുവർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു വിന്നർ ടോക്കാണ്. നമുക്കെപ്പോഴും നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും പോയിട്ട് നമ്മൾ യൂസർ റിവ്യൂസ് നോക്കാറുണ്ട്. കാരണം എന്താണ്, നമുക്കെപ്പോഴും ഒരു വിശ്വസനീയം എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നതാണ് നമ്മൾക്കെപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുമ്പോൾ അതൊരു അവരനുഭവിച്ചൊരു കാര്യം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടി അത് വിശ്വസനീയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നമ്മളൊരു വിന്നർ ടോക്കൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെറിയൊരു സ്റ്റഡി പ്ലാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. വിന്നർ ടോക്കായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ചന്ദന മിസ് തന്നെയാണ്. ചന്ദന മിസ് ലാസ്റ്റ് HSST വിന്നറാണ്, റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളാണ്. നമുക്ക് മിസ്സിനോട് ചോദിക്കാം. മിസ്സിന്റെ ഒരു എക്സ്പീരിയൻസും മിസ് ഉപയോഗിച്ചിട്ടുള്ള ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനുള്ള കാര്യങ്ങളെല്ലാം മിസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓഡിബിൾ ആണോ മിസ്സേ? ആ, ഓഡിബിൾ ആണ്. ഓക്കെ, സോ ഹായ് എവ്രിവൺ. എൻ്റെ പേര് ചന്ദന എന്നാണ്. ഇവിടുത്തെ ഒരു ഫാക്കൽറ്റിയുമാണ്. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിലെ റാങ്ക് ഹോൾഡർ ആണ്. സോ കുറച്ച് നമ്മളൊരു ഗൂഗിൾ ഫോം ആക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. HSST എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാതിരിക്കും, അത്യാവശ്യം എന്താ പറയാ, ഇപ്പൊ HSC വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്
അത്യാവശ്യം വാസ്റ്റ് സിലബസ് ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം HSCയുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെയുള്ളത് ഒരു 6 മോഡ്യൂൾസ് മാത്രമാണ്. അപ്പം ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു 14 മോഡ്യൂൾസോളം ലിറ്ററേച്ചർ ഉണ്ട്. പിന്നെ അതൊരു 70 മാർക്സ് കംപ്രൈസ് ചെയ്യും. പിന്നെ ഒരു 30 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് 30 മാർക്സ്, ടോട്ടൽ ഒരു 100 മാർക്സിന്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ഈ സിലബസ് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ബിഗ് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, ലൈക്ക് ഇത്രയും വലിയ സിലബസ് എങ്ങനെ കവർ ചെയ്യുമെന്നുള്ളത്. ടു ബി സ്പീക്കിംഗ് വെരി ഫ്രാങ്ക്ലി, ലാസ്റ്റ് ഇയർ HSC എക്സാം എന്ന് പറയുന്നത് HST കഴിഞ്ഞിട്ടായിരുന്നു HSC എക്സാം വന്നത്. അതായത് HSC എക്സാം കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് ആയിരുന്നു, എക്സാക്ട്ലി 1 മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ HST എക്സാം ഉണ്ടായിരുന്നത്. സോ എവ്രി വൺ, എല്ലാവരും ആദ്യം HSCക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതിയിട്ട് HST നോക്കാന്ന് വിചാരിച്ച ആൾക്കാരാണ്. സിമിലർലി ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ആക്ച്വലി എക്സാക്ട്ലി 1 മന്ത് ആയിരുന്നു. 1 മന്ത് ആൻഡ് നിങ്ങൾ ഈ കാണുന്ന ഈ എൻറ്റയർ സി കണക്കുള്ളത് സിലബസ് ആയിരുന്നു ഉള്ളത്. പക്ഷെ ദ തിങ് ഈസ്, അന്ന് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സമയം ആയിരുന്നു. കാരണം ഒന്ന് ഓടിച്ച് നോക്കണമെങ്കിൽ പോലും ഒരു റിവിഷൻ ഒന്നും ഒരു എന്താ പറയുക 0.0 ചാൻസ് ആയിരുന്നു അന്ന്. ഒന്ന് റിവൈസ് ചെയ്യാനൊന്നും ഒരു സമയം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും മാക്സിമം കവർ ചെയ്യാൻ മാത്രമാണ് അന്ന് ശ്രമിച്ചിട്ടുള്ളത്. കാരണം 1 മന്തേ കയ്യിലുള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും സിലബസ് കവർ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം അന്ന് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് സ്മാർട്ട് വർക്കും ഉണ്ടായിരുന്നു ആക്ച്വലി. അതായത് നമ്മളിപ്പോ ഒരു കുറെ കോമ്പറ്റേറ്റീവ് എക്സാം, ഫോർ എക്സാമ്പിൾ HSA ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെറ്റ് നെറ്റ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 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 ചെറിയൊരു ധാരണ ഉണ്ടാവുമല്ലോ, എങ്ങനെ ലൈക്ക് ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത്. അല്ലെങ്കിൽ PYQs നമ്മൾ ഒന്ന് നോക്കുവാണെങ്കിൽ വി വിൽ ഹാവ് എൻ ഐഡിയ, ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കുറെ സിലബസ് വരുമ്പോൾ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. സോ ഫസ്റ്റ്ലി ഞാൻ അതാണ് ചിന്തിച്ചത്. കാരണം ഇൻ ഡെപ്ത് ആയിട്ട് ഒരു മാസം കൊണ്ട് ആ സിലബസ് കവർ ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല. അപ്പൊ അത് ദ വെരി ഫസ്റ്റിലെ ഞാൻ കൺവിൻസ്ഡ് ആയിട്ടൊരു കാര്യമായിരുന്നു. ആൻഡ് വാട്ട് ഐ ഡിഡ് വിസ് സ്മാർട്ട് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാല് PYQs നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് HSAക്ക് ഇപ്പൊ പോയിട്രി, ഫിക്ഷൻ, ഡ്രാമ വളരെ സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സിലബസ് വരുമ്പോഴത്തേക്കും അങ്ങനെയല്ലല്ലോ വരെ. നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവും ദി വെരി ഫസ്റ്റ് ടൈം. ഞാൻ അപ്പോ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, സി ദർ ആർ ഫോക്കസ് ഏരിയസ്. ഇപ്പൊ പോയിട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിക്ഷൻ ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, ക്രിറ്റിസിസം ആയിക്കോട്ടെ, നമ്മൾ യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഏരിയാസ് ഫോക്കസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പോയിട്രി എടുക്കുകയാണെങ്കിൽ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു കുറച്ച് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഒരു ക്വസ്റ്റ്യൻസ് അബൌട്ട് പബ്ലിക്കേഷൻ ഇയർ, എഴുതിയ വർഷം, എത്ര ലൈൻസ് ഉണ്ട്, റൈം സ്കീം, എബൌട്ട് ഇനി കുറച്ച് ഡെപ്തിലൊക്കെ പോവുകയാണെങ്കിൽ ബിഗിനിങ് ലൈൻസ് കാണും, അല്ലെങ്കിൽ എൻഡിങ് ലൈൻസ് കാണും, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും കോട്ട്സ് റെഫർ ചെയ്തിട്ട് ഇത് ഏത് കവിതയിലാണെന്ന് ചോദിക്കും. പിന്നെ മെയിൻലി നിങ്ങൾക്കറിയാം സെഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ സെഷൻ ആൻഡ് നോൺ ഡീറ്റെയിൽ വർക്കുകളാണ്. അപ്പൊ ഡീറ്റെയിൽഡ് വർക്കുകളിനകത്ത് നിന്നാണ് ആക്ച്വലി നമുക്ക് എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡീറ്റെയിൽഡിനകത്തായിരിക്കും വരിക. അപ്പൊ അങ്ങനെ അധികം ഡീറ്റെയിലിലേക്ക് പോയാൽ തന്നെ എന്താ പറയാ തീംസ് വെച്ചിട്ട് കമ്പാരിസൺ വരും. പലതിന്റെയും ഒരു തീമാറ്റിക് ഇതെടുത്തിട്ട്, അല്ലെങ്കിൽ പോയട്രി ഡിവൈസസ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഓഥറിന്റെ തന്നെ 2-3 വേർഡ്സ് വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പൊ പോയിട്രിയിൽ വരിക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തു, അങ്ങനെയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്തു. പിന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വർക്കുകൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9 ഒക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഐ റിമെമ്പർ മെക്ഫ്ലെക്നു എന്നൊക്കെ പറയുന്ന അത്യാവശ്യം വളരെ ലെങ്തി ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പൊ ഒരു മാസം കൊണ്ടൊന്നും ഒരിക്കലും ഈ ഒറിജിനൽ വർക്ക് കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് നമുക്ക് എക്സാമിന് അപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫോക്കസ് ഏരിയാസ് ഉണ്ട്. അതായത് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ടൂൾസ് അക്കാഡമിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന നോട്ട്സ് ആക്ച്വലി ഞാൻ ഒരു സമയത്ത് ഞാൻ ഫോളോ ചെയ്ത സെയിം നോട്ട്സ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. ആ ഒരു രീതിക്കാണ് പഠിച്ചു പോയതും. കാരണം ഫോക്കസ് ഏരിയാസ് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത്, ഇപ്പം നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഇപ്പൊ ഡെമോയിൽ കയറിയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെമോ ക്ലാസ് കയറാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ കറക്റ്റ് നോട്ട് എന്ന് വെച്ചാൽ അബൌട്ട് ദ ഓഥർ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള പോയിട്രി ഡിവൈസ് ആണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും, തീംസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും,
അത്യാവശ്യം എന്താ പറയാ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ എല്ലാ വർക്കുകളിലും ഇങ്ങനെ കുറച്ച് ഫോക്കസ് ഏരിയസ് ഉണ്ടാവും. അതിപ്പോ വാട്ട് എവർ ഇറ്റ് ഇസ്, ബീറ്റ് പോയിട്രി, ബീറ്റ് ഫിക്ഷൻ, ബീറ്റ് ഡ്രാമ, ബീറ്റ് ക്രിറ്റിസിസം, അങ്ങനെയുള്ള ഫോക്കസ് ഏരിയാസ് ആണ് കുറച്ച് അധികം സ്ട്രെസ് ചെയ്തത്. അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് സംഹൗ ഐ കവേർഡ് ദ എൻറ്റയർ സിലബസ്. എൻറ്റയർ ലിറ്ററേച്ചർ സിലബസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 70 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഐ വാസ് വെരി കോൺഫിഡന്റ് അബൌട്ട്. കാരണം ഒരു അത്രയും ഇൻഡെപ്തില് അറിയുന്നില്ല, പക്ഷെ എങ്കിലും ഫോക്കസ് ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഐ ഡിഡ് ദാറ്റ്. പിന്നെ ഒരു പ്രശ്നം വാട്ട് ഐ ഫേസ്ഡ്, ഞാൻ എന്റെ മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. ദ മേജർ മിസ്റ്റേക്ക് ഐ മേഡ് വാസ് ദ റെസ്റ്റ് 30 മാർക്സ്. ഈ നമ്മൾ എപ്പോഴും ഒരു 70 മാർക്സ് ഈ ലിറ്ററേച്ചർ പാർട്ട് എന്ന് പറയുന്ന എല്ലാവരും ഒരുപോലെ ഫോക്കസ് ചെയ്യും. ലൈക്ക് എവ്രി വൺ വിൽ സ്റ്റഡി, ദാറ്റ് ഈസ് ഫോർ ഷുവർ ആണ്. ഒന്നാമത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് ആണ്, മേജർ ആണ്. അപ്പൊ വിൽ ഫോക്കസ് ആ ഒരു 70 മാർക്സ് എന്തായാലും നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യും. ദ മിസ്റ്റേക്ക് അവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ 30 മാർക്കിന്റെ നെക്സ്റ്റ് ഒരു സെറ്റ് ഉണ്ട്, ഈ റാങ്ക് ഡിറ്റർമിനിങ് അവിടെയാണ് വരിക. ദാറ്റ് ഈസ് എ മേജർ പ്രശ്നം. അപ്പം എനിക്ക് ഒരു മാസം കൊണ്ട് നോക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു മേജർ ലിറ്ററേച്ചർ സിലബസ് തന്നെ തീർക്കാനായിട്ട് സമയമില്ലാതിരിക്കുമ്പോഴാണ് ഈ സൈഡ് ബൈ സൈഡ് ഇതും ഉണ്ടായിരുന്നത്. അപ്പൊ ഓൾ ഐ ഡിഡ് വാസ്, പണ്ട് ഈ GK അത്യാവശ്യം കോമ്പറ്റീഷൻസിനും ക്വിസ് കോമ്പറ്റീഷൻസിനും അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു എന്താ പറയാ GKയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ പണ്ട് തൊട്ട് ഇങ്ങനെ എന്താ പറയാ ഇടയ്ക്ക് വെച്ച് ഞാൻ എപ്പോഴും ഒരു 6 മന്ത്സ് ഒരു ജനറൽ PSC കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു മിനിമം വെരി വെരി ബെയർ മിനിമം എന്താ പറയാ ഒരു നോളജ് ഉണ്ടായിരുന്നു അബൌട്ട് റിനൈസൻസ് ആൻഡ് യുനോ മൂവ്മെന്റ്സ് കാര്യങ്ങളും അങ്ങനെയൊക്കെ. ആൻഡ് ദാറ്റ്സ് ഓൾ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഇടയ്ക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ മൈ മിസ്റ്റേക്ക് വാസ് ദാറ്റ്. കാരണം ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐ സ്റ്റിൽ സേ ഒരു മാസം കൊണ്ട് പഠിച്ച് 70 മാർക്കിന്റെ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നതെന്ന് പറയും. അപ്പൊ ഐ യൂസ് ടു തിങ്ക് ഇഫ് ഞാൻ കുറച്ച് ആ ഒരു ജനറൽ പാർട്ടിൽ കൂടെ ഫോക്കസ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഡിഫറൻസ് റാങ്ക് മേക്കിങ്ങിൽ വരാൻ പറ്റുമായിരുന്നു. കാരണം ഒരു മേ ബി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഒരു 6 ഒരു അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ കിട്ടിയാൽ പോലും ഒരു 5 മാർക്സ് ആണെങ്കിൽ പോലും ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ റാങ്ക്. ഒരു മാർക്ക് പോലും റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പൊ ആ ഒരു ജനറൽ പാർട്ടോടെ ഒരു പക്ഷേ നോക്കിയിരുന്നെങ്കിൽ എന്ന് റിഗ്രറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരുന്ന എന്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, ഒബ്വിയസ്ലി ലിറ്ററേച്ചർ പാർട്ട് ഫോക്കസ് ചെയ്യണം. ഒരു 70 മാർക്സോളം അവിടെ നിന്നാണ് വരുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഞാൻ പറയും എപ്പോഴും ജനറൽ പാർട്ടും കൂടെ ഫോക്കസ് ചെയ്ത് തന്നെ പോവുക. ബിക്കോസ് ദാറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. ബിക്കോസ് നമുക്കൊരു ഹയർ റാങ്ക് ആണ് വേണ്ടുന്നെങ്കിൽ ആ ഒരു പാർട്ട് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഇപ്പോൾ ആലോചിക്കും, ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഓൺ ദ ജനറൽ പാർട്ട്, അത് ജനറൽ പാർട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ടോപ്പ് 10ലോ ടോപ്പ് 5ലോ ഞാൻ ഈസിലി വന്നേനെ. പക്ഷെ അന്ന് അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബേസിക്കലി ബിക്കോസ് സമയം ഉണ്ടായിരുന്നില്ല, ആ ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. സോ ദ തിങ് ഐ എം ടെലിംഗ് യു ഇസ് യു ഹാവ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ്. ഇപ്പൊ ഞാനൊക്കെ എഴുതി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എഴുതിയ ആ ഒരു സമയം വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സമയമാണ്. അത്രയും, അതായത് യു ഹാവ് ലൈക്ക് ഇനി ഒരു നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ, യു ഹാവ് എ ലോങ് ടൈം അഹെഡ് ഓഫ് യു. ഇത്രയും സമയം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ എന്നോട് കുറച്ച് സിലബസ് വാസ്റ്റ് ആണ് മിസ്സേ, പഠിക്കാൻ കുറച്ച് പാടാണ്, ഇതൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ച ആൾക്കാരോട് 1-2 ആൾക്കാർ എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മാസം കൊണ്ട് ഇത് പഠിച്ച് എഴുതിയെടുക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ഇത്രയും ബ്രില്യൻ്റ് ആയ നിങ്ങൾക്ക് ഇത്രയും സമയമുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്, ക്ലാസ് വീഡിയോസ് കിട്ടുന്നുണ്ട്, യു ഹാവ് എവറിത്തിങ് നിങ്ങളുടെ ഒരു ഹാൻഡിൽ എല്ലാം ഉണ്ട്. നമുക്ക് അത്രയും സോഴ്സസ് ഒന്നും നമുക്ക് അന്നില്ല. ഒരു മാസം കൊണ്ട് അത്രയും നമുക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും സോഴ്സസ് നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ലൈക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി ബി ഇൻ എന്താ പറയുക ഒരു ആദ്യത്തെ 10 റാങ്കുകളിലൊക്കെ സുഖമായിട്ട് വീഴാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് വെരി വെരി ഈസി. ലൈക്ക് ഒരു മാസം കൊണ്ട് പഠിച്ച് എനിക്ക് ഒരു ആദ്യത്തെ റാങ്കിൽ ആ ഒരു ഫസ്റ്റ് 100-നകത്ത് വീഴാമെങ്കിൽ ഒരു 4-5 മാസം സമയമുള്ളപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചൊരു ആദ്യത്തെ 10 റാങ്കിൽ വീണുകൂടാ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താ പറയാ ദിസ് ഇസ് ഫ്രം മൈ പാർട്ട്. എന്റെ ഒരു ജനറൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അബൌട്ട് റൈറ്റിംഗ് ദി എക്സാമിനേഷൻ. പിന്നെ വൺ തിങ് ഐ ഡിഡ് വാസ് ഈ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പം അക്കാഡമിയിൽ തന്നെ യു ഹാവ് എ വീക്ക്ലി ടെസ്റ്റ്.
വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. പക്ഷെ പലരും ഉഴപ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീക്ക്ലി ടെസ്റ്റ് ഒക്കെ അത് എല്ലാവർക്കും നമുക്ക് മടിയായിരിക്കും. പഠിക്കാൻ പിന്നെയും പറ്റും, പക്ഷെ ഒരു എക്സാം എഴുതാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് വെൻ യു റൈറ്റ് എൻ എക്സാം, ഇപ്പൊ HST എഴുതുന്ന സമയത്ത് നമ്മുടെ സ്പീഡ്, നമ്മുടെ ആക്യുറസി, എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര സമയം കൊണ്ട് ചെയ്യുന്നു, ഇതെല്ലാം മാറ്റർ ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എത്ര സമയം എടുക്കണം, അല്ലെങ്കിൽ എത്ര നേരം കൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നമ്മൾ ചിന്തിച്ച് ആൻസർ ചെയ്യുക. ആൻഡ് മിസ്റ്റേക്ക് ചിലപ്പം വരുത്തും. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വായിച്ചു തീരുന്നതിന് മുന്നേ ഓപ്ഷൻസ് വേണ്ട ഫസ്റ്റ് ലുക്കിൽ പോയിട്ട് മാർക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെ കുറെ പ്രശ്നങ്ങൾ സോൾവ് ആയത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള ശീലം കൊണ്ടാണ്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ വൺ തിങ് ഐ ടെൽ യു ഇസ്, വൺ തിങ് ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ചാൽ, എനിക്ക് റിവിഷന് സമയം കിട്ടിയിരുന്നില്ല. സിലബസ് തന്നെ തീർത്തത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷെ റിവിഷന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ വന്നിട്ട് ഈ ചില ക്വസ്റ്റ്യൻസിന് പബ്ലിക്കേഷൻ ഇയറും റിട്ടേൺ ഇയറും ഒക്കെ ചോദിക്കുമ്പം, ആൻഡ് നമ്പർ ഓഫ് ലൈൻസ്, പോയംസിനൊക്കെ നമ്പർ ഓഫ് ലൈൻസ് ചോദിക്കും. ലൈക്ക് പഠിച്ച കാര്യങ്ങളാണ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ റിവിഷന്റെ ലാക്ക് കൊണ്ടിട്ട് ഇവര് ചോദിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ HST പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം. നല്ല നല്ല ട്രിക്കി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. വളരെ ട്രിക്കി ആയിട്ട്, അതായത് ഒരു 73-37 ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. 73-74-37 ഇങ്ങനെയാണ്, ലൈക്ക് ഭയങ്കര ട്രിക്കി ആയിട്ടാണ് ഓപ്ഷൻസ് വരിക. അപ്പൊ ഒരു റിവിഷൻ പ്രോപ്പർ ആയിട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുകയുള്ളൂ. അപ്പം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് വെരി വെരി വേഗ് ആയിട്ട്. ബട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു ആൻസർ ഓൾ യുവർ ഡൗട്ട്സ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾ ഫ്രം മൈ പാർട്ട് റിഗാർഡിങ് മൈ എക്സാമിനേഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഈ പറയുന്നത്? ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ചന്ദ്ര മിസ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ മിസ്റ്റോട് ചോദിക്കാം. അതിനുശേഷം നമുക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹായ്, എൻ്റെ പേര് ശാലിനി എന്നാണ്. ക്യാൻ യു ഹിയർ മീ? മിസ്സിന് Yeah, yeah, I can കേൾക്കുന്നുണ്ടോ? hear. കേൾക്കാം. കേൾക്കുന്നുണ്ട്, ആക്ച്വലി കേൾക്കുന്നുണ്ട്. ഐ ആം ഫ്രം തൃശ്ശൂർ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഫസ്റ്റ് ഇന്നാളത്തെ HS എഴുതിയിരുന്നു. പക്ഷെ അതിൽ കിട്ടിയില്ല. പക്ഷെ അതർവൈസ് HSSTയുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ രണ്ടെണ്ണത്തിൽ ലിസ്റ്റിൽ ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഷോർട്ട് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ HSST നോക്കുകയാണ്. മുമ്പത്തെ ടോസ് അക്കാദമിയിൽ HSAയിൽ ഞാൻ ഫസ്റ്റത്തെ വിളിച്ചതിൽ ഒരു 3 years ബിഫോർ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ആക്ച്വലി വർക്കിംഗ് ആണ്. ഞാൻ ഇവിടെ ഇപ്പം ടെമ്പററി ആയിട്ട് VHSEയിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കലണ്ടർ നോക്കിയപ്പോൾ ദ ടൈം ഈസ് ജൂലൈ, മെയ് ടു ജൂലൈ എൻ്റെ ഉള്ളിലാണ് നമ്മുടെ HSST വിളിക്കുന്നത്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 4 months കൊണ്ട് എത്ര മണിക്കൂർ, ഒരു ദിവസം എത്ര ടൈം കൊടുത്താലാണ് നമുക്കിതൊന്ന് കഴിയുക? അതായത് മീൻസ് നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് കവർ ചെയ്യാൻ പറ്റുക? എത്ര സമയമാണ് മിസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ദിവസം? എടാ, എനിക്ക് ദിസ് ഇസ് വെരി ഡിഫറെന്റ്. കാരണം ഞാൻ പറഞ്ഞു, എന്റെ പ്രിപ്പറേഷൻ ടൈം എന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് എനിക്ക് ഒരു മന്ത് ആണ്. ഐ ഹാഡ് ലൈക്ക് വെരി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഐ ഹാഡ് ലൈക്ക് 33-32 days മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് വെച്ച് ഇപ്പം നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഐ വാസ് വർക്കിംഗ്, ആ ഒരു സമയത്ത് വർക്കിംഗ് ആയിരുന്നു. പക്ഷെ എങ്കിൽ പോലും തിരിച്ചു വന്നിട്ട് ഐ യൂസ് ടു സ്പെൻഡ് 5 hours ഡെയിലി. ഒരു 5 hours, കാരണം 5 hours കൊണ്ട് പോലും പറ്റാഞ്ഞിട്ട് ലാസ്റ്റ് ഒക്കെ ഞാനൊരു 2-3 ആഴ്ചക്ക് മുന്നേ ഫുൾ ലീവ് എടുത്ത സമയമൊക്കെ ഐ യൂസ് ടു വർക്ക് ലൈക്ക് 11 hours, 11 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് 2 ആഴ്ചത്തോളം ഒക്കെ. കാരണം തീരില്ല, അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ സിലബസ് തീരുന്നില്ല. പക്ഷെ ഇത് അഡ്വാൻറ്റേജ്, ഇപ്പൊ നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, യു ഹാവ് ടൈം ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങൾക്ക് സമയമുണ്ട്, കയ്യിൽ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഇപ്പം ടോസിലെ നമ്മൾ ഒരു ഫോർമാറ്റിലാണ്, ഒരു എന്താ പറയുക, ഒരു പേജിലാണ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുക. അതായത് യു ഹാവ് വീക്ക്ലി 5 ദിവസമാണ് ക്ലാസ് ഉള്ളത്. അപ്പൊ മേ ബി ഒരു 7-8-9 ചാപ്റ്റേഴ്സ് കവർ ചെയ്യായിരിക്കും. ഈ കവർ ചെയ്യുന്ന പോർഷൻസ് നിങ്ങൾ അതേ ഇതിനകത്ത് പോവാം. അപ്പൊ മേ ബി ഡെയിലി നിങ്ങൾക്ക് ഒരു ഞാൻ ആൻസർ ചെയ്യാമേ ശ്രീകുട്ടി?
ഒരു പറയാം ചിലപ്പോ ഒരു വർക്കിനായിട്ട് ഒരു 2-3 hours, ഒരു 3 hours, ഞാൻ എന്തും പറയുന്നില്ല, 2 hours എങ്കിലും നിങ്ങൾക്ക് ഡെയിലി സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. എത്ര സമയം എടുത്താലും അന്നന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, അന്നന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് കണ്ട് നോട്ട്സ് വായിച്ചിട്ട് പോവാം. അത് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിരിക്കും. ബിക്കോസ് വി ആർ പ്ലാനിങ് ആസ് വെൽ എസ് ഞാനും അഞ്ജലി മിസ്സും പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഒരു മാർച്ചിൽ വിൽ ബി വൈൻഡിങ് അപ്പ് ദ പോർഷൻസ്. മാർച്ചിൽ പോർഷൻസ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ബാക്കി റിവിഷനിലേക്കായിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേസ്, അതായത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരില്ല. കാരണം ഈ ഒരു പേസിൽ നിങ്ങൾ ഇപ്പം ജനുവരി ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ചിലപ്പോൾ ഒരു ദിവസം 2 ക്ലാസ് ആയിരിക്കും അപ്ലോഡ് ആവുക, ചിലപ്പോൾ 3-4, ഒരു മാക്സിമം ഒരു 4 ക്ലാസ്സിനപ്പുറം അപ്ലോഡ് ആവില്ല. ഒരു 2 hours മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും സിലബസ്. കാരണം ഇത്രയും സമയം നിങ്ങളുടെ മുന്നിലുള്ളതുകൊണ്ട്. പിന്നെ വർക്കിംഗ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കുറച്ചുകൂടെ സമയം ഇട്ട് പഠിക്കാൻ പറയും. അതിനകത്ത് വാട്ട് എവർ ഇറ്റ് ഇസ്, ഇപ്പം ഓരോരുത്തരുടെ ചിലപ്പോൾ ഒരാൾക്ക് 1 റീഡിൽ കാര്യങ്ങൾ മനസ്സിലാവും, ഒറ്റ തവണ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. പലരുടെയും എന്താ പറയാ നമ്മൾ എടുക്കുന്ന ഡിഫറെന്റ് ഇതിനകത്തായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്, അന്നന്ന് ഇടുന്ന ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതല്ലാണ്ട് അതിനകത്ത് സ്പെസിഫിക് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, ടൈം എടുക്കുകയാണെങ്കിൽ ചെയ്യുക. പക്ഷെ അന്നന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് സ്ട്രിക്റ്റ് ആയിട്ടും കണ്ടു തീർക്കുക, പിന്നത്തേക്ക് അത് ബാക്കി വെക്കാണ്ടിരിക്കുക. ഇപ്പൊ 5 ദിവസം മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ക്ലാസ് കണ്ട് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ദിവസം സാറ്റർഡേ ആൻഡ് സൺഡേ കിട്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളൊരു പ്രോപ്പർ പഠിത്തം റിവിഷൻ ആ ഒരു ഫോർമാറ്റിൽ പോവും. മാർച്ചിൽ കൊണ്ട് ക്ലാസ്സസ് എൻഡ് ചെയ്യും. എന്തായാലും ഒരു 1-2 months റിവിഷന് കിട്ടും. ധാരാളമാണ്, മോർ ദാൻ ഇനഫ് ആണ്. 1 മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ ഇത്രയും സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആണ്. അത് ഷുവർ ആയിട്ടും ലിസ്റ്റിൽ വീഴും എന്നുള്ളതാണ്. ആ ഒരു പാറ്റേൺ മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി. Then there was one comment. ഓക്കെ, ശ്രീകുട്ടി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. മിസ് നോട്ട്സ് റൈറ്റ് ചെയ്താണോ പഠിച്ചിരുന്നത്? ലെങ്തി വർക്ക്സ് ലൈക്ക് മെക്ടെക്നോ ലൈൻ ബൈ ലൈൻ സ്റ്റഡി ചെയ്യണോ? വാട്ട് അബൌട്ട് ക്രിറ്റിസിസം ആൻഡ് കൾച്ചർ സ്റ്റഡീസ് പ്രിപ്പറേഷൻ? ഓക്കെ, ഞാൻ ആക്ച്വലി നോട്ട്സ് എഴുതിയായിരുന്നു പഠിച്ചത്. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ കുറച്ച് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യെങ്കിലും എനിക്ക് നോട്ട്സ് ഇല്ലാണ്ട് എനിക്ക് ഓർത്തിരിക്കത്തില്ല. 1 റീഡിൽ എനിക്കത് മെമ്മറി നിൽക്കാനായിട്ട് ഭയങ്കര പാടാണ്. എനിക്ക് ഏതെങ്കിലും സാധനം എനിക്ക് എഴുതിയാൽ മാത്രമേ എന്റെ മെമ്മറിയിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നോട്ട്സ് എഴുതി തന്നെയാണ് പഠിച്ചത്. ആ സെയിം നോട്ട്സ് ആണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ കാണുന്നത്. എന്റെ നോട്ട്സ് ഞാൻ സെയിം അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ നോട്ട്സ് ആയിട്ട് ഇടുന്നത്. സെയിം സംഭവം, ഒരു മാറ്റവും ഇല്ല. എന്റെ നോട്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ക്ലാസ്സുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്. പിന്നെ ഈ മെക്ടെക്നോ പോലുള്ള വർക്കുകൾ ഒരിക്കലും നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് പോകാൻ പറ്റില്ലായിരുന്നു അന്ന്. ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു പാരഡൈസ് ബുക്ക് 9, അല്ലെങ്കിൽ ഇപ്പം ടോം ജോൺസ് എന്നൊക്കെ പറഞ്ഞ നോൺ ഡീറ്റെയിൽ വർക്കാണ്, 12 ബുക്കുകളായിട്ടുള്ള വർക്കാണ് അതൊക്കെ. മെക്ടെക്നോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ലെങ്തി ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പൊ ഒരു ലൈൻ ബൈ ലൈൻ നമ്മൾ അത്രയും പഠിക്കാന്ന് വെച്ചാല്, if you can read it, if you have the time and ഒറിജിനൽ വർക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ആണ്. പക്ഷേ അതിന്റെ ടൈം ലിമിറ്റേഷൻസ് കൂടെ നിങ്ങൾ ചിന്തിക്കണം. വായിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ആണ്, പക്ഷെ അല്ലെങ്കിലും ദാറ്റ് ഇസ് ഓക്കെ. കാരണം നമുക്ക് ഒരു PYQs വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഹാവ് എൻ ഐഡിയ എങ്ങനെയായിരിക്കും. ഇപ്പൊ ഈവൻ ദോ ഡീറ്റെയിൽഡ് വർക്ക് ആണെങ്കിൽ പോലും എത്ര ഡെപ്തിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്ന് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ തരുന്ന നോട്ട്സ് എന്ന് പറയുന്നത് ഈ എക്സാം എഴുതിയതിന്റെ ബേസിലും അതിന്റെ എക്സ്പീരിയൻസ്, അഞ്ജലി മിസ് എന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് എക്സാമിന് കോച്ചിങ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, സെറ്റ്, നെറ്റ്, കേറ്ററ്റ് എല്ലാം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഏത് ലെവലിൽ എത്ര വരെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തായാലും നമ്മൾ ക്ലാസ് വീഡിയോസ് എടുക്കുന്നതും നിങ്ങൾക്ക് നോട്ട്സ് തരുന്നതും. അപ്പം ഐ ഗെസ് ദാറ്റ് വിൽ ബി ഇനഫ്. പക്ഷേ ഞാൻ പിന്നെ പറയുകയാണ്, ഇഫ് യു ഹാവ് ടൈം, ഇഫ് യു ക്യാൻ മാനേജ് ഒറിജിനൽ വർക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി അബ്സല്യൂട്ട്ലി ഗുഡ്. പക്ഷേ ഞാനത് നിർബന്ധം എന്ന് പറയില്ല, ബിക്കോസ് എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, ഞാൻ അത് ചെയ്തിട്ടില്ല. ദെൻ അബൌട്ട് ക്രിറ്റിസിസം കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നത്, ഈ ക്രിറ്റിസിസം കുറച്ചുകൂടി ഈസിയാണ്. അതായത് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം അരിസ്റ്റോട്ടൽ ആയിക്കോട്ടെ, പ്ലേറ്റോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുവാണെങ്കിൽ ആൻസർ ചെയ്യാൻ വളരെ ഈസിയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്, അത്രയേ ഉള്ളൂ. പക്ഷേ വെൻ യു കം ടു ദാറ്റ് കൾച്ചറൽ സ്റ്റഡീസ് പാർട്ട്, ആ ഒരു പാർട്ട് അത്യാവശ്യം നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലക്കിലി ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി. ക്രിറ്റിസിസം അല്ലെങ്കിൽ കൾച്ചർ സ്റ്റഡീസ് പാർട്ട് എന്ന് വന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ, ഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് ആൻസർ ചെയ്യാൻ കുറച്ച് ഈസി ആയിരുന്നു.
ആൻഡ് അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുക, ക്രിറ്റിസിസം ഇസ് വാട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റൻസും എങ്ങനെ ചോദിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. കൾച്ചർ സ്റ്റഡീസ് അത്യാവശ്യം വരുന്ന എസ്സേസ് അത്യാവശ്യം ലൈൻ ബൈ ലൈൻ അല്ലെങ്കിലും അത്യാവശ്യം നമ്മളൊരു ജസ്റ്റ് നോളജ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു ചെറിയ പോർഷൻസ് ആണ്, അപ്പൊ അത് ഈസിലി മാനേജബിൾ ആണ്. ആക്ച്വലി നിങ്ങൾ ഈ പേടിക്കുന്ന അത്ര പ്രശ്നം കൾച്ചർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ക്രിറ്റിസിസം പോർഷനോ ഇല്ല. പേടിക്കേണ്ട ഒരു ഏരിയ ഞാൻ പറയുന്നത് ജനറൽ പേപ്പറാണ്. ജനറൽ പേപ്പറിന്റെ 30 ക്വസ്റ്റ്യന് 30 മാർക്കിന്റെ ഏരിയ ഇസ് വെരി ലാസ്റ്റ്. ഈ 70 മാർക്സിന്റെ സംഭവം നമുക്ക് ഏരിയ സ്പെസിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പഠിക്കണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ റിഗാർഡിംഗ് ദാറ്റ് 30 മാർക്സ് ആ ഒരു എന്താ റിസർച്ച് അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒഴിച്ചു വരുന്ന ഒരു ഏരിയ, ബാക്കി ആ ഒരു 20 മാർക്സിന്റെ ഈസ് വെരി വേഗ് ആണ്. അപ്പൊ അവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുക എന്ന് തോന്നുന്നു. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസും ഗൈഡൻസും ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ, ഞാൻ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല എന്ന് ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആൻഡ് ശാലിനി അല്ല നേരത്തെ ചോദിച്ചായി. ഹോപ്പ് ദാറ്റ് ഇസ് വെരി ക്ലിയർ ടു യു. Yes, ma'am. Yes, ma'am. Thank you. ഓക്കെ. ഹലോ മാം. യെസ് ശ്രീലക്ഷ്മി. മാം, ഞാൻ ചോദിക്കാൻ പോകുന്ന ഡൗട്ട് ഒരു ബ്ലണ്ടർ ആണെങ്കിൽ ഞാൻ ആദ്യമേ സോറി പറഞ്ഞു. അപ്പൊ ബി എഡ് പഠിക്കുന്ന ആളാണ്. അപ്പോ എനിക്ക് Okay, it's okay. അപ്ലൈ ചെയ്യുന്നതിലാണ് ഡൗട്ട്. ഞാൻ അന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ആ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആയതുകൊണ്ടും ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്കത് അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ കണ്ടത്. അതൊന്ന് ഉറപ്പിക്കാൻ പറ്റൂല, എനിക്കത് അപ്ലൈ ചെയ്യാലോ അല്ലേ? നമുക്ക് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് അപ്ലൈ നവന്ന് കൊടുക്കുമ്പോൾ കുറെ ക്വാളിഫിക്കേഷൻ ഇതേ പ്ലസ് ഇത് ഉണ്ടല്ലോ. അപ്പൊ നെറ്റ് പ്ലസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഇത്. അപ്ലൈ ചെയ്തിടാൻ പറ്റും. പിന്നെ ദ പ്രോബ്ലം ഇസ് എന്താ പറയാ, ബി എഡുകാർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. അപ്പൊ എന്തായാലും പക്ഷെ മൈ അഡ്വൈസസ് എന്തായാലും അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് അപ്ലൈ ചെയ്ത് എഴുതുക തന്നെ വേണം. ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ യു ആർ വെരി യങ്. അപ്പൊ ദിസ് വിൽ ബി എ ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് എഴുതുന്നത്. പിന്നെ പറയാൻ പറ്റില്ല, ലക്കിന് വീണ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നൈസ്. എന്തായാലും അപ്ലൈ ചെയ്യൂട്ടോ. ഓക്കെ മാം. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, ഇതിന് ലിമിറ്റഡ് വേക്കൻസീസ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ എന്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രിക്ട് മാറി കൊടുത്ത് കണ്ടിട്ടുണ്ട്, കൂടുതൽ വേക്കൻസി ഉള്ളത് മാറി കൊടുക്കുന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സജഷൻ മാഡത്തിന് പറയാനുണ്ടോ? കാരണം ഇന്ന വേക്കൻസി ഇപ്പം എറണാകുളത്താണെങ്കിൽ വേക്കൻസി കുറവാണ്, മലപ്പുറത്ത് വേക്കൻസി കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും നോക്കണോ അത്? ഈ നമ്മൾ HSAക്കാണ് യൂഷ്വലി എല്ലാവരും ഈ വേക്കൻസി ഫോക്കസ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. കാരണം പണ്ട് ഞാൻ കണ്ട ടെനൻസി എന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്തൊക്കെ കൊണ്ട് ആൾക്കാരെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത് പ്രോബ്ലം ഇസ് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരെ റാങ്ക് ലിസ്റ്റിൽ വീഴുന്ന ഒരു ജില്ലയും മലപ്പുറം ആയിരിക്കും. വേക്കൻസി ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാരായിട്ട് വീഴുകയും ചെയ്യും. അപ്പം ഞാൻ എന്റെ അഭിപ്രായത്തില് അങ്ങനെ ജില്ല ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരണം എന്നുള്ളതാണ്. അതിപ്പോ എവിടെയാണെങ്കിലും അതൊരു എന്താ പറയാ, ലൈക്ക് എവ്രിവെയർ കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ പീപ്പിൾ. ഞാൻ അത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. കോമ്പറ്റീഷൻ ഇസ് റിയലി ടഫ്. അത്ര നല്ല കോമ്പറ്റീഷൻ ആണ്. കാരണം ഇന്നത്തെ കുട്ടികൾ ബോൺ ബ്രില്യന്റ് ആണ്, എല്ലാവരും ബ്രില്യന്റ് ആണ്. എവ്രി വൺ ഇസ് പ്രിപ്പയർഡ്. വേക്കൻസീസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും ആൻഡ് കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ടാവും. അപ്പം ഈ ജില്ല തിരിച്ചു കൊടുക്കുന്നതിന് ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ഒരു എക്സാമിനും HSA ആയാലും HST ആയാലും ഞാൻ കൊടുത്തിട്ടില്ല, അത് ഫോക്കസ് ചെയ്തിട്ടുമില്ല. അപ്പം ലൈക്ക് ഡു യുവർ ബെസ്റ്റ്, ബാക്കി അതിന് വിട്ടേരെ, കുഴപ്പമില്ല. കാരണം ഇപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട കുറച്ച് കുറവായിരുന്നു, ട്രിവാൻഡ്രം കുറച്ചുകൂടെ കൊല്ലത്തേക്കാളും കൂടുതലായിരുന്നു HSTക്കും തോന്നുന്നു. പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താ പറയാ, ഈ കോമ്പറ്റീഷൻ കൂടുന്ന അനുസരിച്ച് അവിടെയുള്ള ലിസ്റ്റിലുള്ള റാങ്ക് ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് ദാറ്റ് ഡസന്റ് മാറ്റർ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് മാറ്റർ ചെയ്യത്തില്ല എന്നുള്ളതാണ് മൈ ഒപ്പീനിയൻ ആണ് കേട്ടോ, വെരി പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ആടാ. താങ്ക് യു മാം. ഇവിടെ തരുന്ന ഓക്കേടാ, ശ്രീലക്ഷ്മിയുടെ ക്വസ്റ്റ്യൻ, ഇവിടെ തരുന്ന നോട്ട്സ് നിന്ന് പുറത്ത് നോട്ട്സ് കളക്ട് ചെയ്യണോ? എടാ ഇവിടെ തരുന്ന നോട്ട്സ് അഞ്ജലി മിസ്സിന്റെ നോട്ട്സ് ആണെങ്കിലും നല്ല കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. എന്റെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, എന്റെ എക്സാമിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പം അത്യാവശ്യം ഡെപ്തിലുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും, എവിടെ നിന്ന് നോട്ട്സ് കിട്ടിയാലും വായിക്കാനാണ് ഞാൻ പറയുക. അത് കാരണം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് നോട്ട്സ് എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിലും എവിടെ നിന്ന് ഒരു എക്സ്ട്രാ നോട്ട് കിട്ടുവാണെങ്കിലും അതൊന്ന് ജസ്റ്റ് ഓടിച്ചെങ്കിലും വായിച്ചു നോക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു.
സോ എവിടുന്ന് സോഴ്സ് ഓഫ് ഇത് കിട്ടിയാലും നിങ്ങളൊന്ന് സമയമുണ്ട് നോക്കുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ഫോർ യുവർ ഗുഡ്. അത്രേ ഉള്ളൂ. ബിക്കോസ് വൺ തിങ് ഈസ് വൺസ് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞിട്ട് ദർ ഇസ് വൺ അനദർ സ്റ്റെപ്പ് കോൾഡ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ന സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നോടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഐ നോ ഹൗ ഇറ്റ് കെയിം ടു ദാറ്റ് പോയിന്റ്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന പോലാണ്. എന്നോട് ചോദിച്ചു എന്റെ ഫേവറേറ്റ് ഏജ് ഏതാന്ന് ചോദിച്ചു. പെട്ടെന്ന് മനസ്സിൽ വന്ന റൊമാൻറ്റിക് എറയാണ് വന്നത്. അവിടെ നിന്ന് അങ്ങ് തുടങ്ങി ഓരോന്നും. ലൈക്ക് എവറി ഓത്തറെ വെച്ചിട്ട് ഷെല്ലി, കീറ്റ്സ് എല്ലാവരിലും പോയി എല്ലാവരുടെ വർക്ക്സിലേക്കും പോയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ദ എക്സാമിനേഷൻ. ആ ഇന്റർവ്യൂവിനും നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം ഡെപ്തിലെ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആണോ? യെസ് മിസ്സേ, ഓഡിബിൾ ആണ് മിസ്സേ. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പോൾ ഓൾറെഡി മിസ് കൊടുത്തു എന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഈ ഒരു വാസ്റ്റ് സിലബസും ഓതർ ഡീറ്റെയിൽസും എല്ലാം നോക്കണ്ടേന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് അത് ക്ലിയർ ചെയ്ത് പോയില്ലേ മിസ്സേ? അതെ അതെ. എന്നാ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽ ഒരു സ്പെസിഫിക് പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ നമ്മള് അനാശായിട്ട് തന്നെ എവിടെ പഠിച്ചു അല്ലെങ്കിൽ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ജനിച്ച വർഷം, മരിച്ച വർഷം, പിന്നെ വെരി ഫേമസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഷെല്ലി, ഷേക്സ്പിയർ പോലുള്ള ആൾക്കാരുടെ ഈ മരിച്ച പ്ലേസ് ചോദിച്ചു, റെസ്റ്റിംഗ് പ്ലേസ് ചോദിച്ചൊരു ബയോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരുടെ മറ്റ് വർക്ക്സുകളെ പറ്റി ചോദിച്ച ഇയർ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് അവരുടെ അധികം ബയോഗ്രഫി ഡീറ്റെയിൽസ് ചോദിച്ച് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അബൌട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കി എല്ലാം അഡ്രസ് ചെയ്തോന്ന് തോന്നുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും അടുത്തൊരു ക്വസ്റ്റ്യനും ഓൾറെഡി നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഹൗ ലോങ് ഡസ് ഇറ്റ് ഐഡിയൽ ഫോർ എ പേഴ്സൺ ടു കംപ്ലീറ്റ് ദ ഹോൾ സിലബസ് വിച്ച് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്? How much mark does one need to get into the main list? Any study tips? Actually ഇത് ഹോൾ സിലബസിൽ ആണ് ഇത്രയും നേരം പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്ക് എത്ര വരുന്നത് വെച്ചാൽ നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് കാൻഡിഡേറ്റ്സ് പോലെ ഇരിക്കും. ആൾക്കാരെ പോലെ ഇരിക്കും. നമുക്ക് സ്പെസിഫിക്കലി ഇപ്പൊ 40 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഭയങ്കര ഹൈലി കോമ്പിറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു സ്കോർ നമ്മൾ സെക്യൂർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കലി പറയാൻ സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് 80 to 85 ആ റേഞ്ച് ഓഫ് മാർക്ക് നിങ്ങൾ എയിം ചെയ്ത് പോവുക. നമുക്കൊരു 60 to 70 കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ എയിം ചെയ്യുമ്പോൾ ഒരു പടി കൂടുതൽ കുറച്ച് മുകളിൽ വെച്ചിട്ട് നമുക്ക് എയിം ചെയ്യാം. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ലിറ്ററേച്ചർ 70 മാർക്സ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ സെക്യൂർ ചെയ്യുമെന്ന് വിചാരിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. കാരണം ഈ റിനൈസൻസും പൊതുവേ ഈ വർഷങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ പഠിക്കാൻ കുറച്ച് മടിയുള്ളത് കൊണ്ട് ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അത്ര ബുദ്ധിമുട്ടായതുകൊണ്ട്, പക്ഷെ എന്നിരുന്നാലും ഔട്ട് ഓഫ് 30 ഒരു 15 എങ്കിലും നമ്മൾ എയിം ചെയ്യുക. നമുക്ക് പരിചയമുള്ള ഇപ്പൊ റിസർച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. പിന്നെ നിങ്ങൾ നോക്കുക, ജനറൽ പേപ്പറിൽ ഏതെങ്കിലും കുറച്ച് ഏരിയാസ് എങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിലേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ, ക്ലിയർ ആയോ ഞങ്ങൾ പറഞ്ഞത്? ഓക്കെ, പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാനും ഫോക്കസ്ഡ് ഏരിയ ആണ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ HSC ആയിക്കോട്ടെ HSST ആയിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സാമിനേഷൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. നെറ്റ്, സെറ്റ്, കേറ്റിട്ട് പരീക്ഷകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ പരീക്ഷയിലും നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാകും. ചന്ദന മിസ് ജനറൽ പേപ്പറിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ ആള് വരുത്തിയൊരു മിസ്റ്റേക്ക് ആയിരുന്നത്. ഞാൻ ചില എക്സാംസ് എഴുതുന്ന സമയത്ത്, നെറ്റ് പരീക്ഷയൊക്കെ ആദ്യമേ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോയി എഴുതും, കിട്ടില്ല. സെക്കൻഡ് ടൈം വീണ്ടും ഒന്നേന്ന് തൊട്ട് എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾഡ് ഇംഗ്ലീഷ്, ചോസേഴ്സ് ഏജ്, മിഡിൽ ഇംഗ്ലീഷ് അങ്ങനെ പോകും. അപ്പൊ ലാസ്റ്റ് വരുന്ന ഈ അമേരിക്കൻ ലിറ്ററേച്ചറിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ സ്റ്റഡീസിലേക്കൊക്കെ വരുമ്പോൾ സമയം കിട്ടില്ല. പിന്നെയും പോയി എഴുതുമ്പോൾ വീണ്ടും ആദ്യമേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക.
അപ്പൊ പിന്നെ ഈ അവസാനം നമ്മൾ നോക്കാത്ത ഏരിയാസ് പിന്നെയും അവിടെ നോക്കാത്ത ഏരിയാസ് ആയിട്ട് തന്നെ അവശേഷിക്കുകയുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ പിന്നീട് എക്സാം കിട്ടുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ആ മിസ്റ്റേക്ക് ഞാൻ റെക്ടിഫൈ ചെയ്തിട്ടാണ് എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്നാകട്ടെ നാളെ ആകട്ടെ തിങ്കളാഴ്ചയാവട്ടെ ബുധനാഴ്ചയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ദിവസങ്ങൾ മാറ്റി വെക്കാണ്ട് എന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നു അന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മാക്സിമം സൂണായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരാൾ ചോദിച്ചല്ലോ എത്ര മണിക്കൂർ സമയം നമ്മൾ വേണം. ഇറ്റ്സ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ആണ്. ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ വ്യക്തിയിലേക്ക് മാറുമ്പോൾ അത് സമയം മാറും. ഇപ്പം ഞാൻ പറയാണ് ഡെയിലി യു നീഡ് ടു സ്പെൻഡ് 3 hours 5 hours 8 hours. ഇപ്പം മിസ്സിന് വന്ന 5 hours 11 hours എന്ന് പറയുമ്പോൾ മിസ് 5 മണിക്കൂർ പഠിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ 5 മണിക്കൂർ ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾക്കത് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വി നീഡ് ടു സ്പെൻഡ് മോർ അവർ ഫോർ ദാറ്റ്. എൻ്റെ ഫ്രീ ടൈമും എൻ്റെ വർക്ക് ടൈമും എൻ്റെ ഫാമിലി ടൈമും എല്ലാം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അനദർ പേഴ്സൺ. ഓക്കെ, അപ്പം നിങ്ങൾ വേണം നിങ്ങളുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് നിങ്ങൾക്കുള്ള ഫ്രീ ടൈം വേണം, സ്റ്റഡി ടൈം വേണം, ഫാമിലി ടൈം വേണം, നിങ്ങളുടെ വർക്കിംഗ് ടൈം വേണം. എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സമയത്തിനും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ട്രയൽ അടിച്ച് നോക്കുക. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി പോർഷൻസ് നീങ്ങുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ സെറ്റ് ചെയ്തതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതൽ പോർഷൻസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് എപ്പോഴും നിങ്ങളുടെ ഒരു ടൈം ടേബിൾ ഏറ്റവും പാക്ഡ് ആക്കി വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിന്റെ കോപ്പി 2 3 4 കോപ്പി എടുത്തോളാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലബസിന്റെ നമുക്കറിയാം, ഇപ്പോൾ സിലബസിന്റെ ഒക്കെ സൈഡിൽ നമുക്ക് സ്ക്രിബിൾ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമ്മുടെ ഈ സിലബസിന്റെ സൈഡിലാക്കി നിറയെ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ നിങ്ങൾക്ക് സ്ക്രിബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു നമ്പർ ഓഫ് ലൈൻ, ഇപ്പോൾ നമുക്കറിയാം പോയട്രി എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, നമ്പർ ഓഫ് ലൈൻസ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആ സിലബസിൽ തന്നെ നിങ്ങളത് കുറിച്ച് വെക്കുക. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി അത് വായിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് അതിലേക്കൊരു നമ്മൾ പറയില്ലേ പണ്ടൊക്കെ നമ്മൾ ഈ ടേബിളൊക്കെ ഭിത്തിമേ ഒട്ടിച്ച് വെക്കാൻ ടീച്ചേഴ്സ് പറയുമായിരുന്നു. എന്തിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമുക്ക് ആ ടേബിളിലേക്ക് ഒരു ഐ കോണ്ടാക്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ ഈ സിലബസിന്റെ 1 2 കോപ്പീസ് എടുക്കുക. നിങ്ങളുടെ റിവിഷൻ സമയത്തൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ അതിൽ സ്ക്രിബിൾ ചെയ്യുക. വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ നോട്ട്സ് ഫുൾ ലെങ്ത്തിൽ നോട്ട്സ് എഴുതുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അങ്ങനെ വേണ്ട, ജസ്റ്റ് സ്ക്രിബിൾ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മളിപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത്. കയ്യിൽ ലാപ്പും ഫോണും എല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൻ്റെയൊക്കെ കോപ്പീസ് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡീസിൽ പേപ്പർ 1 പേപ്പർ 2 ബാലൻസ് കീപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് MH ഇബ്രാഹിത്തിന്റെ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ്, അതുപോലെ തന്നെ ഒരു നമ്മുടെ ലിറ്റററി ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്, അത് പലർക്കും പല ടെക്സ്റ്റ് ആയിരിക്കും. എഡ്വേർഡ് ആൽബർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഹിസ്റ്ററി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ അതിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റും കൂടെ നിങ്ങളൊന്ന് ഓപ്റ്റ് ചെയ്യുക. ഇത്രയാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത്. പിന്നെ ഞാൻ ഈ പറയുന്ന ഒരു മെത്തേഡ് വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ HSST പ്രിപ്പറേഷൻ ഒരു ഡയറി കീപ്പ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ അതാത് ദിവസം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ പ്രിപ്പയർഡ് ഇന്ന ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തു, ഇന്ന കാര്യം ഞാൻ പഠിച്ചു, ഇന്ന കാര്യം ഞാൻ പഠിച്ചില്ല എന്നൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. രണ്ടും നമ്മൾക്ക് ഇനി ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല എന്ന് തന്നെ എഴുതാം. പക്ഷെ 2 3 ദിവസം നിങ്ങൾ അങ്ങനെ പഠിച്ചില്ല എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ പുഷ് ചെയ്ത് നിങ്ങൾ തന്നെ വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾക്ക് എപ്പോഴും മോട്ടിവേഷൻ നമ്മൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം പുഷ് ചെയ്ത് മാക്സിമം നമ്മൾ തന്നെ നമ്മളെ മുന്നോട്ടേക്ക് എത്തിക്കുക. നമ്മൾ വീക്കായി പോവുക, നമ്മളൊന്ന് ബാക്കിലേക്കായി പോവാം. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നന്നായി നിങ്ങൾ ട്രൈ ചെയ്യുക. സപ്പോർട്ടായിട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കുക. നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നന്നായി വർക്ക് ചെയ്യണം. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണുള്ളത്. നമ്മുടെ ഒരു സിലബസിന്റെ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ഞങ്ങൾ തരാം. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് കുറച്ച് മൊഡ്യൂൾസ് മിസ് പറയും, ബാക്കി ഞാൻ പറയാം.
മിസ്സേ മൈക്ക് ഓൺ അല്ല. സോറി ഓക്കെ, ഇപ്പൊ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, HST എന്ന് പറയുന്ന എക്സാം ടോട്ടൽ 100 മാർക്സ് ആണ് വരിക. ബ്രേക്ക് ഡൗൺ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. അതായത് ഒരു 40 മാർക്സ്, അതായത് ഒരു നമ്മുടെ ഫസ്റ്റ് 8 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് ഒരു 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. ദെൻ കമ്മിങ് ടു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 9 to 14 വരെയുള്ള മൊഡ്യൂൾസ്, അതായത് അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ELT ഉണ്ട്, കൾച്ചറൽ സ്റ്റഡീസ് ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു 30 മാർക്സിന്റെ പോർഷൻസ് വരുന്നുണ്ട്. ദെൻ പാർട്ട് 2 ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് 5 മാർക്കിന്റെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് 5 മാർക്കിന്റെ. ടോട്ടൽ പാർട്ട് 2 വരുന്നത് 10 മാർക്സിൻ്റെതാണ്. ദെൻ കമ്മിങ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഗ്രൂപ്പ്സ് ഒക്കെ വരുന്നത് 5 മാർക്ക്, അവിടെയും 10 മാർക്ക്. ദെൻ കമ്മിങ് ടു റിനൈസൻസ് ഇൻ കേരള കറണ്ട് അഫയേഴ്സ് രണ്ടും കൂടെ വരുമ്പോൾ 5, 5, 10 മാർക്ക്. അതായത് ടോട്ടൽ ഒരു 70 + 30 എന്ന രീതിക്ക് 100 മാർക്കിനാണ് ടോട്ടൽ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഒരു 40 മാർക്സ് എന്ന് പറയുന്ന കോർ ലിറ്ററേച്ചർ ഏരിയ ആണ് 40 മാർക്കിന്റെ. അതായത് ആദ്യത്തെ ഒരു 8 മൊഡ്യൂൾ എന്ന് പറയുന്ന കോർ ലിറ്ററേച്ചർ ആണ്. അതായത് മൊഡ്യൂൾ 1 തുടങ്ങുന്നത് തന്നെ ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th സെഞ്ചുറി ആണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് സ്റ്റഡി ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, വളരെ സ്പെസിഫിക് ആയിട്ട് ഡൺ ഇൻ ദ ബാക്ക് ടു മൈ ഹാർട്ട്, കാനൈസേഷൻ, മിൽട്ടന്റെ തന്നെ ലിസിഡസ്, പാരഡൈസ് ലോസ്റ്റ്, വളരെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള വർക്ക്. മെക്ഫെറ്റ്നോ, ഡ്രൈഡൻ നല്ല വർക്കാണ്. തോമസ് ഗ്രേയുടെ എലജി ഉണ്ട്. വില്യം ഷേക്സ്പിയറിനെ നോക്കിയാലും ഡ്രാമാസ് ട്വൽത്ത് നൈറ്റ്, ഹാംലെറ്റ് ആണ്. പിന്നെ സോണറ്റ്സ് അത്യാവശ്യം വെരി ഷോർട്ട് ആയിട്ടുള്ള 14 ലൈൻ സോണറ്റ്സ് ആണ്. പോപ്പിന്റെ റേപ്പ് ഓഫ് ദ ലോക്ക് ഉണ്ട്, അനദർ ഒരു അത്യാവശ്യം ലെങ്തി വർക്ക് ആണ്. മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഉണ്ട്, ഫ്രാൻസിസ് ബേക്കറിന്റെ എസ്റ്റേസ് ഉണ്ട്, സ്വിഫ്റ്റിന്റെ ബാറ്റിൽ ഓഫ് ദ ബുക്സ് നല്ല ലെങ്തി വർക്ക് ആണ്. അതുപോലെ തന്നെ റോബർട്ട് ബേൺസ്, വില്യം ബ്ലേക്ക് വരുമ്പോൾ വെരി ഷോർട്ട് ആയിട്ടുള്ള കവിതകളും ഉണ്ട്. ഇത് ഇത്രയും ഡീറ്റെയിൽ സ്റ്റഡിക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ ചെറിയ വർക്കുകളാണല്ലോ. ഫോർ എക്സാമ്പിൾ ഈ റെഡ് റോസ്, ടൈഗർ ലാമ്പ്, അതുപോലെ തന്നെ എലജി, പാറ്റേൺ മൈ ഹെഡ്, കാനൈസേഷൻ, ഇത് ലൈൻ ബൈ ലൈൻ തന്നെ കറക്റ്റ് അനലൈസ് ചെയ്ത് പോവുക. കാരണം എന്തായാലും ലൈൻ കോട്ട് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഉറപ്പാണ്. എലജി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്ക്സിൽ നിന്നൊക്കെ ലൈൻ കോട്ട് ചെയ്തിട്ട് തന്നെ ഇത് എന്താ പറയുക വർക്കിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈൻ കോട്ട് ചെയ്തിട്ട് അത്രയും ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് വെച്ചാല് ഈ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു മേജർലി ലൈൻ കോട്ട് ചെയ്ത് അത്രയും ഡെപ്തിൽ ചോദിച്ചു കാണുന്നതിലുപരി തീമാറ്റിക് ആയിട്ട് ചോദിക്കാറുണ്ട്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കാരണം തീംസ് ഒക്കെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഏജ് കണക്ട് ചെയ്ത് ഓഥറിന്റെ ഏജും അതുപോലെ ആ വർക്കിലെ തീംസും ഒക്കെ കണക്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ടോട്ടൽ എത്ര ലൈൻസ് ഉണ്ടെന്നോ റൈം സ്കീം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എന്താ പറയാ, എല്ലാ വർക്കുകളാണെങ്കിൽ തന്നെയും അത്യാവശ്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ഡീറ്റെയിൽ സ്റ്റഡിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈവൻ ദോ ഭയങ്കര മേജർ വർക്കുകൾ അത്രയും ലൈൻ ബൈ ലൈൻ ഡിസ്ക്രിപ്ഷൻ പോകാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം എന്താ പറയുക ഡെപ്തിൽ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ക്ലിയർ ഐഡിയ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. ദാറ്റ് ഡസൻ മീൻ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന്, അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ ഫോക്കസ് ഏരിയസ് നമുക്ക് എന്താ പറയുക ഏത് വർക്കിന്ന് ഈ വർക്കിന്ന് ചോദിക്കും ആ വർക്കിന് ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ജനറൽ ഫോക്കസ് ചെയ്ത വർക്ക് എപ്പോഴും സിമിലർ ആയിരിക്കും. എഴുതിയ വർഷം, പബ്ലിക്കേഷൻ വർഷം, സ്റ്റാൻസേഴ്സ്, നമ്പർ ഓഫ് സ്റ്റാൻസേഴ്സ്, നമ്പർ ഓഫ് ലൈൻസ്, റൈം സ്കീം, അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ്, ഏത് ഡിവൈസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ തീംസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പിന്നെ പോയറ്റിന്റെ ഏജ്, പിന്നെ ഈ വൺ ലൈനേഴ്സ് ഉണ്ടല്ലോ. അപ്പം എന്താ പറയാ ഇപ്പൊ ഷേക്സ്പിയറിനെ പറ്റി ഒരു 1 ലൈൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഷെല്ലിനെ പറ്റി 1 ലൈൻസ്, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അവരെ പറ്റിയുള്ള ക്രിട്ടിക്കൽ കമന്റ്സ്, ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി വർക്ക്സ് ചോദിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം അതായത് ഏർലി ലിറ്ററേച്ചറിൽ തുടങ്ങുന്നതാണ് 18th സെഞ്ചുറി വന്നിട്ട് we will move on to next module. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും നോൺ ഡീറ്റെയിൽഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് പ്രോബ്ലം ഈ നോൺ ഡീറ്റെയിൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് എന്താ പറയാ അല്ലെങ്കിൽ സമ്മറി മാത്രം വായിച്ചു പോയാൽ മതി എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. കാരണം അതിനകത്തുനിന്നും ഡെപ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ വാട്ട് ഇസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ അനുഭവത്തിൽ ഞാൻ പറയും നോൺ ഡീറ്റെയിലിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഡെപ്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നല്ല.
അത്യാവശ്യം ഡെപ്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ബിയോവോൾഫ് ഉണ്ട്, അല്ലെങ്കിൽ ചെവി ചേസ്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം എന്താ പറയാ, ബിയോവോൾഫ് അത്രയും ലെങ്തി ആയിട്ടുള്ള വർക്കുകളാണ്, അതൊന്നും നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കി പഠിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഡെപ്തിൽ ക്യാരക്ടേഴ്സിനെ പറ്റി അറിയാം, സമ്മറി നല്ല രീതിക്ക് അറിയാം, തീംസിനെ പറ്റി അറിയാം, അതിന്റെ എന്താ പറയാ അത്യാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അറിയാം. ഇപ്പം പ്രൊലോഗ് ടു കാൻറ്റർബറി ടേൽസ്, ഇതൊക്കെ നമ്മൾ പി ജിക്ക് പഠിച്ച അത്യാവശ്യം നമുക്ക് ഡെപ്തിൽ നോളജ് ഉള്ള വർക്കുകളാണ്. സ്പാനിഷ് ട്രാജഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ ഫോർ സ്കാൻഡൽ, യൂട്ടോപ്പിയ, ടോം ജോൺസ്, പമേല, റോബിൻസൺ ക്രൂസോ, ഇതൊക്കെ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വർക്കുകളാണ്. അല്ലെങ്കിൽ ദ പോം ടു ഹിസ് കോയമിസ്ട്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എപ്പിത്തലാമൈൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് വൺ ഓർ ദ അതർ വേ വി ആർ വെരി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് പോംസ്. അപ്പൊ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഡ്രാമ ഒക്കെ വരുമ്പോൾ നമ്പർ ഓഫ് ആക്ട്സ് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ടല്ലോ, ഇപ്പം ഫോർ എക്സാമ്പിൾ വരികയാണെങ്കിൽ സ്കൂൾ ഫോർ സ്കാൻഡലിലേക്ക് ഒരു സ്ക്രീൻ സീൻ എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സീനുകളാണ്. അപ്പം അങ്ങനെയുള്ള സീനിന്റെ ഒക്കെ കറക്റ്റ് നമ്പർ, പിന്നെ സ്കൂൾ ഫോർ സ്കാൻഡലിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇത് കൃത്യമായിട്ടും ക്യാരക്ടേഴ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളൊരു പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ വ്യക്തമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഡ്രാമ തന്നിട്ട് അതിന്റെ കഥ നമുക്കറിയാമെങ്കിൽ പോലും ഒരു ഡയലോഗ് കോട്ട് ചെയ്ത് ചോദിച്ചാൽ ഇത് ആരായിരിക്കും പറയുന്നത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് സ്മാർട്ട് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സമ്മറി അറിയാം, ക്യാരക്ടേഴ്സിനെ പറ്റി വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ ഒരു ഡയലോഗ് പറയുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കറിയാം ഈ ഡയലോഗ് ആരായിരിക്കും പറയുന്ന എന്നൊരു ഗസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ക്യാരക്ടേഴ്സിനെ കറക്റ്റ് ആയിട്ട് അറിയാം, സമ്മറി കറക്റ്റ് ആയിട്ട് അറിയാം, പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എപ്പോഴും കാണും. ഫസ്റ്റ് എവിടെയാണ് സ്ക്രീൻ ചെയ്തിട്ടുള്ളത്, പിന്നെ എപ്പിലോഗ് പ്രൊലോഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആരാണ് പറഞ്ഞത്, ആരാണ് എഴുതിയത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് നോക്കി പോകുക എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയാലും നോൺ ഡീറ്റെയിൽഡ് ആണെങ്കിലും വെരി ഇമ്പോർട്ടന്റ് ആണ്. നോൺ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ദെൻ കമ്മിങ് ടു മൊഡ്യൂൾ 3 ആണ് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് ആണ്. വീണ്ടും ഒരു എന്താ പറയുക ഡീറ്റെയിൽ സ്റ്റഡി ആണ്. നിങ്ങളത് നോക്കുവാണെങ്കിൽ വില്യം വേർഡ്സ്വർത്ത് ഉണ്ട്. വെരി സ്പെസിഫിക് ആയിട്ട് ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഓടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കോളറിഡ്ജ്, കുബ്ല ഖാൻ ഓട്ട്, നൈറ്റിംഗേൽ, വെസ്റ്റ്വിൻഡ്, ബൈറൺ, പ്രിസൺ ഓഫ് ചിലിയൻ, ലോർഡ് ടെന്നിസൺ, ഉലീസസ്, ലോട്ടസ് ഈറ്റേഴ്സ് ഉണ്ട്, അർണോൾഡിന്റെ സ്കോളർ, ജിപ്സി, ഡോവർ ബീച്ച്, ആൻഡ്രെ ഡെൽ സാറ്റോ, ജെയിം ഹോപ്പിൻസിന്റെ പൈറ്റ് ബ്യൂട്ടി, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചാൾസ് ലാംപിന്റെ എസ്സേസ് ഉണ്ട്, വൈൽഡിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ആനസ്റ്റ്, പിന്നെ തോമസ് ഡിക്വൻസിയുടെ ആയിരിക്കും കുറച്ചെങ്കിലും ഒരു എന്താ പറയാ അത്രയും ഫെമിലിയർ അല്ലാത്ത വർക്ക് ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് ആയിരിക്കും. ബാക്കി അത്യാവശ്യം വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പം ഇത്രയും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പോംസ് ആണ്. അത്യാവശ്യം നമുക്ക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്ത് പോയിട്ട് നല്ല രീതിക്ക് ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്ന കവിതകളും വർക്കുകളും തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ ഡെപ്തിലും കാര്യങ്ങളിലും തന്നെ ആ ഒരു മൊഡ്യൂൾ മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ കമ്മിങ് ടു ഫോർത്ത് മൊഡ്യൂൾ നോൺ ഡീറ്റെയിൽഡ് ആണ്. അഗൈൻ വരുന്നത് പ്രൊഫൈസ് ടു റിലേറ്റഡ് ബെല്ലാസ്, അതൊക്കെ നമ്മൾ പി ജിക്ക് വളരെ ഡെപ്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ചെൻജി, ഫ്രാങ്കൻസ്റ്റീൻ, വുതറിംഗ് ഹൈറ്റ്സ്, അത്യാവശ്യം നോവൽസ് ആണ്. ഒലിവർ ട്വിസ്റ്റ്, മാൻസ്ഫീൽഡ് പാർക്ക്, ഇവാൻ ഹോ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ സെയിം ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ നോവൽസ് ഒരിക്കലും വായിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നോവൽസും കൂടെ നിങ്ങൾ ഇത്രയും മാസം കൊണ്ട് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യു ക്യാൻ ട്രൈ ഇഫ് യു വോണ്ട്. അല്ലെങ്കിലും കുറച്ച് ഇൻഡെപ്തിൽ തന്നെ കഥ നല്ല വൃത്തിക്ക് അറിയുക, ക്യാരക്ടേഴ്സിനെ പറ്റി വ്യക്തമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, തീംസിനെ പറ്റി അറിയുക, ലിറ്റററി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ അറിയുക. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, സമ്മറി നല്ല ഇൻഡെപ്തിൽ സമ്മറി, ഒരു ആക്ട് വൈസ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ സമ്മറി നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ, ക്യാരക്ടേഴ്സിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ, ഇൻ കേസ് ഒരു ഇൻകോട്ട് ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഒരു ഹാർഡ് വർക്കിന് ഒരു സ്റ്റെപ്പ് മുന്നിൽ നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതും അത്യാവശ്യം ആ രീതിക്ക് തന്നെ നോക്കി പോകേണ്ട ഒരു മൊഡ്യൂളാണ്. ദെൻ കമ്മിങ് ടു 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ഇതെന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ HST മാത്രമല്ല, ഇപ്പൊ വാട്ട് എവർ കോമ്പറ്റീഷൻ എക്സാം യു റൈറ്റ്, സെറ്റ്, നെറ്റ് എന്താണെങ്കിലും കുറച്ച് എന്താ പറയുക അത്യാവശ്യം ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് കണ്ടംപററി ലിറ്ററേച്ചർ അല്ലെങ്കിൽ 20th സെഞ്ചുറി ലിറ്ററേച്ചർ തൊട്ട് ഇങ്ങോട്ടേക്കുള്ളതെന്ന് പറയുന്നത്. ഇതും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സുകളും ഓത്തേഴ്സും ഉണ്ട്. ഈച്ച് സെക്കൻഡ് കമ്മിങ് ഉണ്ട്, എലിയറ്റ് ക്വേസ്റ്റ്, വെരി ഇമ്പോർട്ടന്റ് വർക്ക് ആണ്. Auden, In Memory of W.B. Yeats, Daddy, Church-Going, Thought Fox, Tom Gundin, On the Move, Pygmalion, Murder in the Cathedral, Senji, The Playboy of the Western World, Samuel Beckett in The Waiting for Godot, Birthday Party, ഇതൊക്കെ നമുക്ക് പി ജിയിൽ ഉണ്ടായിരുന്ന വർക്കുകളാണ്. എലിയറ്റിന്റെ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് വർക്ക്, വിർജിനിയ വൂൾഫിന്റെ മോഡേൺ ഫിക്ഷൻ, ഇതൊക്കെ തന്നെയും നമുക്ക് എന്താ പറയാ വീക്കെൻഡ് ഒരു അത്യാവശ്യം ഡെപ്തിൽ നമുക്ക് വായിക്കാൻ
ഒറിജിനൽ വേർഡ്സ് വായിക്കാൻ പറ്റുന്ന കുറെ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ വളരെ ഷോർട്ട് ആയിട്ടുള്ള വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഒറിജിനൽ വർക്ക് ലൈൻ ബൈ ലൈൻ തന്നെ വായിച്ചു പോവുക. മറ്റ് ഡീറ്റെയിൽ സ്റ്റഡി ആയതുകൊണ്ട് തന്നെ മാക്സിമം വർക്ക്സ് ഒറിജിനൽ വർക്ക്സ് നമുക്ക് കഴിയുന്നത്ര ഡെപ്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഉണ്ടാവും ഉറപ്പായിട്ടും. ദെൻ കമ്മിങ് ടു നോൺ ഡീറ്റെയിൽഡ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. Again, great tradition, Heart of Darkness, Miss Dalloway, portrait of the artist as a young man, George Orwell in 1984, The French Lieutenant's Woman, Night at the Circus, Top Girls എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വർക്കുകളാണ്. നല്ല 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 ലെങ്തി ആയിട്ടുള്ള വർക്കുകളാണ്. നോൺ ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് വർക്ക് അവിടെയും അപ്ലൈ ചെയ്യുക. വെരി ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ആക്ട് വൈസ് സമ്മറി, അതായത് ഞാൻ പറയുന്നത് എൻറ്റയർ സമ്മറി അറിയാനല്ല, ആക്ട് വൈസ് ചാപ്റ്റർ വൈസ് ഡീപ് സമ്മറി എന്നാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. എന്നിട്ട് ക്യാരക്ടേഴ്സിനെ പറ്റി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവുക. അതായത് നമുക്കൊരു 5 months അല്ലെങ്കിൽ 4 months കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം തന്നെ കവർ ചെയ്ത് പോവുക. ദെൻ കമ്മിങ് ടു മൊഡ്യൂൾ നമ്പർ 7, വീണ്ടും ഡീറ്റെയിൽഡ് ആണ്. ആൻഡ് ദാറ്റ് ഡീൽസ് വിത്ത് ആക്ച്വലി ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. കമ്മിങ് ടു ഇന്ത്യൻ ലിറ്ററേച്ചർ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് എല്ലാം ഉണ്ട്. ടാഗോർ ഉണ്ട്. ടാഗോറിന്റെ തന്നെ 1 to 20 പോംസ് ആണ് ഒരൊറ്റ ലൈനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ലൈൻ ആണെങ്കിലും 20 പോംസ് ഗീതാഞ്ജലി നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് തന്നെ ലൈൻ ബൈ ലൈൻ പോകാണ്ട് ഒരു നിവൃത്തിയില്ല. പോംസ് അത്യാവശ്യം പോംസ് എല്ലാം ലൈൻ ബൈ ലൈൻ പോയേ പറ്റുള്ളൂ. Then Aurobindo, Trance of Waiting, Coromandel Fishers, Grandmother's House Freaks, Background Casually, Reverse Striders, Nagamandala Girish Kannadiന്റെ work, The Harvest, ഇതൊക്കെ ഡ്രാമയാണ്. Dance Like a Man, ഇതൊക്കെ ഡ്രാമാസ് ആണ്. പോംസ് എല്ലാം ലൈൻ ബൈ ലൈൻ തന്നെ പഠിച്ചു പോകണം. അതിന്റെ ഇതുണ്ട്. ഡ്രാമാസ് ഒക്കെ അത്യാവശ്യം ഡെപ്തിൽ പഠിച്ചു പോയേ പറ്റുള്ളൂ. Then coming to Indian aesthetics, തിയറി ഓഫ് റസാൻ, തിയറി ഓഫ് ധ്വനി ഉണ്ട്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്താ പറയാ, വി ഹാവ് ഒരു ഐഡിയ ഉണ്ട് ലൈക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. കാരണം യൂഷ്വലി ഉള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ യു ക്യാൻ ആക്ച്വലി നമുക്ക് തരുന്ന നോട്ട്സിൽ ആക്ച്വലി നമുക്ക് ധൈര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് പറയാൻ പറ്റും. ദെൻ അഞ്ജലി മിസ് വിൽ ബി ടേക്കിംഗ് ഹിയർ ഫ്രം മൊഡ്യൂൾ നമ്പർ 8. ഓക്കെ മിസ്സേ.